ഹലോ ചെങ്ങായിമാരെ, അമീറാണ് കുന്നംകുളത്തങ്ങാടിയിൽ നിന്നും. നാട്ടിലുള്ള വിശേഷങ്ങൾ പറയാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നാട്ടിൽ നമ്മളെടുത്തൊരു നല്ലൊരു അടിച്ചാപ്പൊളി കിണ്ണങ്കാഴ്ച 2012 G4 വണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പ്രത്യേകതയുള്ള വണ്ടിയാണ്. 1,10,000 കിലോമീറ്റർ കറക്റ്റ് ജെനുവിൻ സർവീസുള്ള വണ്ടി. മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ഇല്ല. 2012 G4 അടിച്ചാപ്പൊളി വണ്ടി. കേരളത്തിൽ നമ്പറായ വണ്ടിയാണ്. KL46 നമ്പർ ആയിട്ടുള്ള വൈറ്റ് കളർ ഇന്നോവയുടെ വിശേഷങ്ങളാണ് കുന്നംകുളത്തങ്ങാടിയിൽ നിന്നും ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഈ സൈഡിൽ കാണുന്ന ഈ 2012 G4 വണ്ടി ഏകദേശം നമ്മൾ ഇതിന്മേലധികം പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യം വന്നിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പിലാണ് നമുക്ക് അവിടുന്ന് കൊണ്ടുവന്നത്. 1,10,000 കിലോമീറ്റർ ജെനുവിന് കമ്പനി സർവീസുള്ള വണ്ടിയാണ്. നമ്മൾ കാണുന്നത് ക്വാളിറ്റിയിൽ തന്നെയാണ് വണ്ടിയുള്ളത്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ്മെൻ്റ് ഉള്ളൂ. ഇതിലെടുത്ത് പറയേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ 4 ടയറുകൾ, ഏറ്റവും പുതിയ ടയറുകളാണ് 4 ഉള്ളത്. പിന്നെ ഇഞ്ചിൻ്റെ പെർഫോമൻസ്, വണ്ടി ഡ്രൈവ് ചെയ്യാനുള്ള ഹൈ ക്വാളിറ്റിയാണ് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ഹെഡ്ലൈറ്റിൽ കുറച്ച് വെള്ളം കയറിയ ഒരു സീനുണ്ട്. ആ ഹെഡ്ലൈറ്റ് നമ്മൾ കസ്റ്റമർക്ക് മാറ്റി കൊടുക്കും. ഇതിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ പറയില്ലേ, കസ്റ്റമറോട് പറഞ്ഞ പോലെ തന്നെ, സാധാരണ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്യണം. കട്ട് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് നമ്മളിത് കസ്റ്റമർക്ക് കൊടുക്കും. 2012 G4 മെയിൻ ഗ്ലാസ് പോലും റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത നല്ല അടിച്ചാപ്പൊളി വണ്ടി. വണ്ടിയുടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കറക്റ്റ് കാണാൻ പറ്റും. ഒരു പാച്ച കാര്യങ്ങളോ ഒന്നുമില്ല. ഉള്ളിലോട്ട് വരികയാണെങ്കിൽ എടുത്ത് പറയേണ്ട കാര്യം, ഇൻറ്റീരിയൽ വർക്ക് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ചെയ്തതാണ്. സീറ്റൊക്കെ നമ്മൾ ഏകദേശം ഫോർച്യൂണർ ടൈപ്പ് ആക്കിയിട്ട് ബീജ് ആൻഡ് ബ്ലാക്ക് കളറിൽ ഷേപ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടോപ്പിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ടോപ്പൊന്നും അധികം അലമ്പ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഡോർ പേഡും ഇതേ ഡിസൈനിൽ തന്നെ അടിച്ചിട്ടുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ അവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിയറിങ് കണ്ടാൽ അറിയാൻ പറ്റും ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുള്ളത്. ഇതിൽ നമ്മൾ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് വിത്ത് ക്യാമറ എല്ലാ വണ്ടിക്കും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് അടക്കം ഒറിജിനുള്ള വണ്ടി. നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡ് ഭാഗം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതിൽ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടില്ല എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഒരു അലകളോ അല്ലെങ്കിൽ പാച്ചോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഷേപ്പോട്ടോ ഒന്നും ആയിട്ടില്ല. നമ്മളിവിടെ കൊണ്ടുവന്നതിന് ശേഷം ചെറുതായിട്ട് ഈ സംഭവങ്ങളൊക്കെ ടൈപ്പ് 4 ആക്കിയിട്ട് ഇതൊക്കെ ബ്ലാക്ക് കളർ കൊടുത്ത്, അതുപോലെ തന്നെ ഒരു യു ക്രോം, സ്റ്റഡി ക്രോം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ലൈറ്റ് ആയിട്ട് ഒരു കൂളിംഗ് ഒട്ടിച്ചിട്ട് എന്നല്ലാതെ വേറെ എക്സ്ട്രാ വർക്കൊന്നും നമ്മൾ എടുത്ത് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ചെങ്ങായിമാരെ, നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം 2012 G4 വൈറ്റ് കളർ സിംഗിൾ ഓണർഷിപ്പ് നമ്മൾ കൊടുത്തിട്ട് കേരളത്തിൽ ഗുരുവായൂർ ആർച്ചുകൾക്ക് KL46 നമ്പറായ വണ്ടി. മേജർ ആക്സിഡൻറ്റ്, 0 ആക്സിഡൻറ്റ് എന്ന് തന്നെ പറയും. 1,10,000 കിലോമീറ്റർ ഓടി, അങ്ങനെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടികൾ നമുക്ക് അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയ 1,10,000 മാത്രം വിത്ത് കമ്പനി സർവീസോട് കൂടിയിട്ട് മെയിൻ ഗ്ലാസ് അടക്കം ഒറിജിനുള്ള 2012 ബാക്കിൽ കാണുന്ന G4 വണ്ടി. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിങ്ങും കാര്യങ്ങളും സീറ്റ് വർക്കൊക്കെ ബ്രാൻഡഡ് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. 6,40,000 രൂപയ്ക്ക് കസ്റ്റമറെ പേരിലേക്ക് ആക്കി കൊടുക്കും. നിങ്ങൾ പറയുന്ന കസ്റ്റമറെ പേരിലേക്ക് ആക്കി കൊടുക്കും. 4.5 മുതൽ 5 ലക്ഷം രൂപ നമുക്കിത് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നല്ല അടിച്ചാപ്പൊളി വണ്ടികളായിട്ട് വീണ്ടും UP യിൽ നിന്നും ഡൽഹിയിൽ നിന്നും കുന്നംകുളത്തങ്ങാടിയിൽ നിന്നും വീണ്ടും വരുന്നവരെ ബൈ ബൈ ചെയ്യും.